മറ്റേ ജ്യോതി ദർശനമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളൊക്കെ പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു. നമ്മൾ എരുമേലിയിലും സത്രത്തിലുമൊക്കെ ആവശ്യത്തിന് അവിടെ DIG ഉണ്ട്, സത്രത്തിൽ എരുമേലിൽ IG തന്നെയുണ്ട്. അപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. വേറെ ഒരു പ്രശ്നവും നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല. നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. എന്നാലും മകരസംക്രമ പൂജ കഴിഞ്ഞു, ഇനി മകരവിളക്കം കൂടെ നടക്കാൻ പോകുന്നു. ഒരു 2 വരി കീർത്തനം കൂടെ പാടിയാണ്. അതായിക്കോട്ടെ. അത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ യൂണിഫോം വയ്ക്കുമ്പോൾ വേണ്ട, ഈ വേറെ സന്ദർഭത്തിലാവാം. ഇപ്പൊ എന്തായാലും എല്ലാത്തിനും തയ്യാറെടുത്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും പണിയെടുക്കുന്നതിന്റെ ദേവസ്വവും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒത്തുചേർന്നാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ നമുക്ക് കാര്യത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഇത്തവണയും ഇതാണ് എണ്ണം 82 ലക്ഷം ആൾക്കാർ തൊഴുതു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇനിയും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു 5 ലക്ഷത്തോളം ആളുകൾ കൂടുതൽ, വരുമാനം ഏകദേശം ഒരു 35-36% കൂടുതലാണ്. എന്താ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ഇത്തവണ ഉണ്ടായിരുന്നു. ഉണ്ട്. ഓരോ വർഷം കഴിയുന്നതോറും ഭക്തരുടെ വർധനമാണ് കണ്ടുവരുന്നത്. ഇത് നമുക്ക് ഒരു തരത്തിൽ സന്തോഷമാണെങ്കിലും വേറെ തരത്തിൽ ഒരു അങ്കലാപ്പോട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇവിടെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം, കാരണ പ്രദേശമാണ്. എന്നാലും എല്ലാത്തിനും ഭഗവാൻ തന്നെ വഴി കാണും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ്. ഭഗവാൻ തന്നെയാണ് അവരെ വഴികാട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 100% ഞങ്ങളെ വഴികാട്ടുന്നത് അദ്ദേഹം തന്നെയാണ്. ഇവിടെ ജോലിയെടുക്കുന്ന ഒട്ടുമുക്കാലല്ല 99% പോലീസ് ഉദ്യോഗസ്ഥരും ഭക്തരാണ്. അവർ വളരെ പ്രധാനിഷ്ടത്തോടുകൂടി ഈ അയ്യപ്പന്മാരെ കൈകാര്യം ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയാണ്, ഭഗവാനെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നുള്ള കുറച്ച് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉറപ്പായിട്ടും ദ്വാരപാലകനായി കഴിഞ്ഞ വർഷം സാർ അങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് ഭഗവാന്റെ ദ്വാരപാലകൻ എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. ഇനി യാതൊരു മാറ്റവും ഇല്ല. ഭഗവാൻ അതുപോലെ തന്നെ എന്നെ കാണുന്നുള്ളതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഈ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും ക്രൗഡ് വന്നിട്ടും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിച്ചത്. അതങ്ങനെ തന്നെ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വാമി ശരണം. ഏതായാലും ഭഗവാന്റെ ദ്വാരപാലകൻ എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ സ്വയം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ആ നിയോഗം കാണുന്നത്. അദ്ദേഹം ആ നിയോഗം അങ്ങനെ തന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ്, അങ്ങനെ സ്വയം കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര ഭംഗിയായി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു അല്ലലുമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇപ്രാവശ്യം ഒരു പ്രശ്നം. കാരണം വൃശ്ചികം 1 ഞാൻ തൊഴാൻ വേണ്ടി വന്നിരുന്നു. അന്ന് അഭൂതപൂർവമായ തിരക്കായിരുന്നു. ഞാൻ ഒരു രക്ഷയുമില്ലായിരുന്നു. കാരണം പമ്പയിൽ വന്ന് ഞാൻ ഒരു പുലർച്ചെ വന്ന് ആ ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കുംഭമേള നടക്കുകയാണെന്നാണ്. എത്രത്തോളം ആൾക്കാർ കരയിലുണ്ടോ അത്രത്തോളം ആൾക്കാർ നദിയിലുമുണ്ട്. അപ്പോൾ തിരിച്ച് മല കയറി വരുമ്പോൾ നീലിമലയൊക്കെ എത്തുമ്പോഴത്തേക്കും ജനനിബിഡമായി തുടങ്ങി. അപ്പോൾ അയ്യപ്പ ഭക്തരുടെ വലിയ ഒരു കടന്നുവരവാണ് അന്ന് വൃശ്ചികം 1 ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഭയന്നു, കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള. പക്ഷേ വൃത്തിയായി ഈ മണ്ഡലകാലം മുഴുവൻ അയ്യപ്പ ഭക്തരെ പോലീസ് ഉദ്യോഗസ്ഥർ കൺട്രോൾ ചെയ്തു. അതിന് നേതൃത്വം നൽകിയ ADGP ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.